ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായ പാസ്റ്റർ പി പി കുര്യനും പാസ്റ്റർ പി ജി മാത്യൂസിനും പാസ്റ്റർ എബ്രഹാം മാത്യുവിനും വൈദിക ശുശ്രൂഷയിൽ നിന്ന് ദൈവഭാഗത്തേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയ സ്നേഹിതന്മാരായ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ വലിയേറെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ടിടയായത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി സന്തോഷമായി ഞാനും കരുതുകയാണ്. പൗരോഹിത്യ മേഖലകളിൽ നിന്ന് സത്യസുവിശേഷം ഗ്രഹിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ സഹപ്രവർത്തകരെ, സഹശുശ്രൂഷകരെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ് എപ്പിസ്കോപ്പൽ സഭയിലെ ഒരു പുരോഹിതനായിരുന്ന ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അന്ന് എനിക്കുണ്ടായിരുന്ന വലിയൊരു ധൈര്യം, ഞാൻ വരുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് വളരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട കാനമച്ചൻ എനിക്ക് മുൻഗാമിയായി ഉണ്ടല്ലോ എന്നുള്ളതായ ആ ഒരു വലിയ യാഥാർത്ഥ്യം പലപ്പോഴും ജീവിതത്തിൽ വലിയ ശക്തിയും പ്രത്യാശയും നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ അഭൂതപൂർവമായി അനേക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും കർത്താവ് ഈ വലിയൊരു അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഞാൻ കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ 1ാം വർഷ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട PDA അച്ഛന്, അദ്ദേഹം ഞങ്ങളുടെ റീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോണിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അന്ന് സെമിനാരിയിൽ നടന്നതായ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ബഹുമാനപ്പെട്ട അച്ഛന് ലഭിച്ചിരുന്നു. ആ പ്രിയപ്പെട്ടവനും കുടുംബവുമായി ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വളരെയധികം ശക്തി പകർന്നു വന്നതാണ്. പ്രിയാലാൽ കെ തോമസ് അച്ഛനെയും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കാണുവാനായിട്ടിടയായത് ഇന്നാണ്. അതുപോലെ മറ്റു പല വൈദികരെയും കന്യാസ്ത്രീകളൊക്കെയും കാണുവാനായിട്ടിടയായത് ഇന്നാണ്. ഇത്തരമൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുവാനായി കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്ക് ദൈവം കൊടുത്തതായിട്ടുള്ള ആ വലിയ ദർശനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഇനിയും അനേകര് പൗരോഹിത്യ ബന്ധനങ്ങളിൽ നിന്ന് സത്യസുവിശേഷത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എറണാകുളം മാമംഗലം ദൈവസഭയിലെ ഒരു വിശ്വാസിയാണ്. എൻ്റെ പാസ്റ്റർ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, പാസ്റ്റർ എബ്രഹാം മാത്യു. അദ്ദേഹം എൻ്റെ പാസ്റ്റർ മാത്രമല്ല, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററാണ്. ഞങ്ങളിവിടേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കന്യാസ്ത്രീയാകുവാനായിട്ട് പഠിച്ച ആളാണ്. മറ്റന്നാൾ കന്യാസ്ത്രീയാകുവാനായിട്ട് പട്ടമേക്കുന്നതിന് മുൻപ് വീട്ടിൽ പോയി യാത്ര പറയുവാനായിട്ട് പോയതാണ് ആ പ്രിയപ്പെട്ട മാതാവ്. അങ്ങനെ യാത്ര പറയുവാനായിട്ട് വല്യമ്മച്ചിയുടെ അടുത്ത് എന്നതായ വേളയിൽ വല്യമ്മച്ചി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതായ ഒരു അമ്മച്ചിയായിരുന്നു. മോളെ, ഇന്ന് നീ പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ സമയത്തോളം വല്യമ്മച്ചിയുമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൻ്റെ മൺകുടാരത്തിൽ താങ്ങുവാൻ പോലും സാധിക്കുന്നതിനേക്കാൾ അതീതമായി ആ പ്രിയപ്പെട്ട മാതാവിൽ നിറുകയും ഭൂതശാന്തിയും പ്രവചനശാന്തിയും മറ്റനേക കൃപാവരങ്ങൾ നൽകി ദൈവം തൻ്റെ മകളെ അഭിഷേകം ചെയ്തതാണ്. അങ്ങനെ കന്യാസ്ത്രീ മഠത്തുനിന്ന് പുറത്തെയാടി വിവാഹിതയായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ ഒരു പാസ്റ്ററെ ഞങ്ങളുടെ പാസ്റ്ററായി കിട്ടുവാനായിട്ടിടയായത്. അതുമോർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മുഖവരെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പെന്തക്കോസ്ത് മേഖലയിൽ പ്രതികൂലങ്ങളും നിന്ദകളും മുറിപ്പാടുകളും വേദനകളും ഒക്കെ വ്യക്തിപരമായി ഉണ്ടാകുമെങ്കിലും അതിനെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള വലിയൊരു സന്തോഷമാണ് വിവിധ മുഖാന്തരങ്ങളിലൂടെ കർത്താവ് വിളിച്ചിറക്കിയ ദൈവമക്കളായ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പരം നമ്മുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതും
വിശ്വാസത്തിൽ ബലപ്പെടുവാനായിട്ട് ഇടയാകുന്നതൊക്കെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇതിൻ്റെ സംഘാടകരെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇനിയും ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൂടെ കർത്താവിൻ്റെ വേലയിൽ എങ്ങനെ ശുഷ്കാന്തിയോടെ മുന്നോട്ട് പോകാമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവം മാർഗദർശനം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ എബ്രഹാം റീസിലൂടെ ഹ്രസ്വമെങ്കിലും വളരെ ശക്തമായ ചില ദൈവിക ചിന്തകൾ കേൾക്കുവാനായിട്ടിടയായി. എൻ്റെ മുൻപാകെ എനിക്ക് തന്നിരിക്കുന്നതായ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതാനും ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ച് ദൈവത്തിൻ്റെ വചനം പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതായ ഒരു വേദവാക്യം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ 5-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം വാക്യമാണ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദി ലിബർട്ടി ക്രൈസ്റ്റ് ഹാസ് മെയ്ഡ് us ഫ്രീ ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, വീണ്ടും അടിമ നോവത്തിൽ കുടുങ്ങരുത്. രാവിലെ മുതൽ ഇവിടെ നടന്നതായ മീറ്റിങ്ങിൽ എല്ലാ അച്ഛന്മാരും കന്യാസ്ത്രീകളും അവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞതായ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവരെല്ലാവരും പറഞ്ഞത് പൗരോഹിത്യം വിട്ട് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയായത് സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവായ യേശുവിൻ്റെ ആ ഒരു കൃപ കാരുണ്യം ഒന്നുകൊണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് കടലാസിൽ അച്ചടിച്ച് വെച്ചിട്ടും ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട് എന്താ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം. എനിക്ക് എന്റെ ചുറ്റുപാടും എന്റെ കൈ ഇങ്ങനെ ചുഴറ്റി വീശുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എൻ്റെ ഈ ചൂണ്ടുവിരലിന്റെ തുമ്പ് അടുത്ത് നിൽക്കുന്ന പാസ്റ്ററുടെ മൂക്കെ കൊണ്ടാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സംഗതി വേറെയാകും. ഇവിടെയാണ് കർത്താവായ യേശുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഈ കർത്താവായ യേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യമാണ് നമ്മളെ ഓരോരുത്തരെയും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും പിടിച്ചു നിർത്തുന്നതുമായിട്ടുള്ളതായ കാര്യങ്ങൾ. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതായ ഒരു കാര്യം, ഒരു വ്യക്തിയെ കർത്താവായ യേശുവിന്റെ കണ്ണുകൾ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിലേക്ക് കടന്നു വരുമ്പോൾ, അവന്റെ പാപജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞ് അവനൊരു ദൈവമകനായി മകളായി തീരുമ്പോൾ അവന് ലഭിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കണ്ടുമുട്ടുവാൻ എനിക്കിടയായി. അതിനു മുൻപ് യേശുവിനെ കണ്ടുമുട്ടിയവരുണ്ട്, അതിനുശേഷം യേശുവിന്റെ ഭാഗത്തേക്ക് കണ്ടുവന്നവരുണ്ട്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങൾ കോടാനുകോടി ദൈവമക്കൾ ഈ കർത്താവായ യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായും ഒരു പാപി യേശുവിന്റെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവന് ലഭിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ജീസസ് മെയ്ഡ് us ഫ്രീ ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്. ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന് ലഭിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മരണഭയത്തിൽ നിന്ന് അവന് പരിപൂർണമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ അത് 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗമുണ്ടായി. ദൈവം തന്നെ പ്രവാചകനായ യെശയ്യാപുത്രനായ ആമോസിനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത മരണത്തിന്റെ പ്രവചനം പ്രവാചകൻ പറയുകയാണ്. ഹിസ്കിയാവേ, നിന്റെ ഗൃഹകാര്യം കർമ്മത്തിലാക്കുക, നീ മരിച്ചു പോകും, രോഗം സൗഖ്യമാകുകയില്ല. എന്നാൽ ഹിസ്കിയാ രാജാവ് എന്താണ് ചെയ്തത്? ഈ പ്രവചനവുമായി പ്രവാചകനെ തന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ദൈവത്തിന്, നസ്രയനായ യേശുവിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ടെന്ന് ഹിസ്കിയാ രാജാവിന് അറിയാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരു വേദപണ്ഡിതൻ എഴുതിയിരിക്കുകയാണ്, കർത്താവായ യേശുവിനൊരു ഹോളി വീക്ക്നെസ് ഉണ്ട്. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു വിശുദ്ധ ദൗർബല്യം യേശുവിനുണ്ട്. എന്താണ് യേശുവിന്റെ വിശുദ്ധ ദൗർബല്യം? കളമശ്ശേരിയിലെ ചെറിയ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും നിലവിളിക്കുന്നത് കാണുമ്പോൾ
അല്ലെങ്കിൽ തിരുവല്ലയിലെ ഒരു ചെറിയ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ആയിരിക്കും നിങ്ങളിൽ പലരും നിലവിളിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ യേശുവിന്റെ തുരുത്തിയിൽ നിറയുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും നിലവിളി യേശുവിന്റെ കർണപടങ്ങളിൽ പെരുമറ മുഴക്കുമ്പോൾ, താൻ ദൈവാധിദൈവമാണെന്നുള്ള കാര്യം വിസ്മരിച്ച് സ്വർഗീയ മഹിമകൾ വിടിഞ്ഞ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പരിപൂർണമായി തുടച്ചു മാറ്റി തരുന്നവനാ. ഞാൻ വൈദികനായിരുന്ന സമയത്ത് വേദപുസ്തകം ദൈവവചനമാണെന്ന് പൂർണ്ണമായി വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ജീവിതത്തിൽ രോഗങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലെ ചില പ്രത്യേക വാക്യങ്ങൾ വായിച്ച് ഞാൻ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിച്ച് അതിൽ നിന്ന് ഞാനൊരു ഊർജം, ഒരു ആശ്വാസം പ്രാപിക്കുമായിരുന്നു. എനിക്ക് വളരെ ആശ്വാസം നൽകിയ ഒരു വാക്യമാണ് എബ്രായലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്റെ സ്വീകാര്യം മുറുകെ പിടിക്കുന്നു. എനിക്കുള്ള മഹാപുരോഹിതൻ എന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നില്ല. ഒരു ബിഷപ്പിന്റെ എഴുത്ത് വേണ്ട, ഒരു ഉപദേശിയുടെ റെക്കമെൻഡേഷൻ വേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെറ്റപ്പുരയിൽ ഇരുന്നു കൊണ്ട്, കരിന്തിരകത്തുനിന്ന് വിളക്കിന് മുൻപാകെ ഇരുന്നു കൊണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തിലേക്ക് കടന്നെല്ലുവാനായിട്ടുള്ള പുത്രത്വത്തിന്റെ അവകാശമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കാര്യം ഹിസ്കിയാ രാജാവിന് അറിയാമായിരുന്നു. മരണപ്രവചനവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും മരണത്തെ ജീവനാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു യേശു, കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിവുള്ള യേശു. അതുകൊണ്ടാണ് ഹിസ്കിയാ രാജാവ് പരിധി കൂടുതൽ നിരാശപ്പെടാഞ്ഞേ. ഹിസ്കിയാ രാജാവ് രാജകൊട്ടാരത്തിൽ നിന്ന് രാജസിംഹാസനം താഴെ ഇറങ്ങിയിരുന്നു. ഇരുട്ടും മണ്ണീരും വാരി പൊതുശൂതന മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ചു. ഒരു പിഞ്ചു കുഞ്ഞ് കരയുന്നത് പോലെ കരയുവാൻ തുടങ്ങി. ഹിസ്കിയാ രാജാവിന്റെ നിലവിളി യേശുവിന്റെ കർണപുടങ്ങളിൽ പെരുമ്പറ മുഴക്കി. ഹിസ്കിയാവിന്റെ കണ്ണുനീര് പിതാവാൻ ദൈവത്തിന്റെ തുരുത്തി നിറഞ്ഞൊഴുകി. പിതപുത്ര പരിശുദ്ധാത്മാവായ ദൈവം സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആഹാസിന്റെ ഘടികാരത്തിൽ നിന്ന് 10 നാഴിക പിന്നോക്കം പോരുന്ന സൂര്യനെ നിർമ്മിച്ച കൈകൊണ്ട് യേശു പിടിച്ചു നിർത്തി. അതിനുശേഷം ജീവന്റെ ഭണ്ഡാരത്തിൽ നിന്ന് 15 വർഷക്കാലം ആയുസ്സ് എടുത്ത് ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തോട് ചേർത്ത് തയ്ച്ചു പിടിപ്പിച്ചു. സന്തോഷം സഹിക്കുകയ്യാഞ്ഞ ഹിസ്കിയാ രാജാവ്, ഞാൻ ഭാവനെ കാണുന്നു, ഇരുന്നോണ്ടും നടന്നോണ്ടും കിടന്നോണ്ടും ഓടിക്കൊണ്ടും ചാടിക്കൊണ്ടും ഒത്തിരി പാട്ട് പാടിക്കാണും. നമ്മുടെ ദൗർഭാഗ്യം കൊണ്ട് 2 പാട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു പാട്ട് 116-ാം സങ്കീർത്തനം, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത അവന്റെ സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരമാണ് കൊടുക്കേണ്ടത്? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ യഹോവയ്ക്ക് അവന്റെ സകലവും ജനവും കാണുക ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. 2-ാമത്തെ പാട്ട് യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട് എന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ചുന്നില്ല, മരിച്ചോർ നിന്നെ വിശ്വാസയെ പ്രത്യാശിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. ഈ ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിലും യേശുവിന്റെ കണ്ണുകൾ അദ്ദേഹത്തെ തേടി വന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന 3 സ്വാതന്ത്ര്യങ്ങളിൽ ഒന്ന്, ജീസസ് മെയ്ഡ് us free from the fear of